നമ്മൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് അല്ലേ? മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാർത്ഥമായി മാറണമെന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുമുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ വീണ്ടും വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടുപോകും, ഒരു ഭാരം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷെ എന്തോ ഒരു ഭാരമുണ്ട്. അത് നമ്മുടെ ജോലിയെ ബാധിക്കുന്നു, നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്നു, അതുപോലെ നമ്മുടെ സ്നേഹങ്ങളെ ബാധിക്കുന്നു, അതുപോലെ നമ്മുടെ പണത്തെ ബാധിക്കുന്നു. ഇത് പലർക്കും പല രീതിയിലേക്ക് അനുഭവിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. ഇത് നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ എന്താണ് ഇതിൻ്റെ വെച്ചാൽ, ഞാനിപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ള പ്രധാന കാരണം, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. കുറേ ഇരുന്ന് ആലോചിച്ചു, കുറേ വായിച്ചു. അപ്പോഴേ കുറേ അത് ചെയ്തപ്പോഴേ ഞാൻ ഒരു ടെക്നിക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു. അത് മറ്റൊന്നുമല്ല, ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ ടെക്നിക്കാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഫൊർഗീവ്നെസ്സിൽ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരു കുറ്റബോധമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഞാനൊന്ന് 4 വാക്കുകളൊന്ന് ഒരു 21 തവണ റിപ്പീറ്റഡായി പറഞ്ഞു. ആ വാക്കുകൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുഞ്ചിരി വന്നു. ഇരുന്ന് ആഹ്ലാദിച്ചു കുറച്ച് സമയം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം, വാക്കുകളൊന്നും അറിയുന്നവർ താഴെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ആ 4 വാക്കുകൾ എന്നെ വീണ്ടും പവർഫുള്ളാക്കി. അതിനുശേഷം ഇന്ന് ചെയ്യാനുള്ള രാവിലത്തെ പരിപാടികൾ മുഴുവൻ ചെയ്തു തീർത്തു. ഇനിയിപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. ഈ പവർഫുൾ കാര്യങ്ങൾ നമുക്കൊന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് വെച്ചാണ്ടല്ലോ, എപ്പോഴാണോ താഴുന്നത് അപ്പോൾ നമ്മുടെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന 4 വാക്കുകൾ. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥം നൽകുന്നതാണ്. അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് എല്ലാവർക്കും ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാനൊരു ഹൊപ്പനൊപ്പനോൻ്റെ ഒരു മെഡിറ്റേഷൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ രാത്രി, മറ്റന്നാൾ 2 ദിവസമായിട്ടുള്ള ഓപ്പനപ്പനോ മെഡിറ്റേഷൻ നമുക്ക് രാത്രി ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. ഏതായാലും ജനുവരി മാസം, ഡിസംബറിൽ നമ്മൾ പല മാറ്റങ്ങളും വരുത്താൻ വേണ്ടി ജനുവരിയിൽ പല മാറ്റങ്ങളും നമ്മൾ വരുത്തി. ഇനി എവിടെയെങ്കിലോ കുറച്ചും കൂടി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ മാസം അവസാനം ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്മിന് വിളിച്ചോളുക, ജോയിൻ ചെയ്തോളുക. നമുക്ക് ജീവിതത്തെ അടിപൊളിയാക്കാനായിട്ട് ഒന്നുകൂടി എവിടെയോ ചെറുത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് എടുത്തു കളഞ്ഞേക്കാം. അപ്പോൾ നിങ്ങളെല്ലാം തയ്യാറാണല്ലോ, റെഡിയാണല്ലോ? നമുക്ക് നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ശ്രമിച്ചു നോക്കാം. താങ്ക് യു, ലവ് യു ആൾ.